ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ആമീസ് ക്രിയേഷൻ്റെ. അപ്പോൾ നമ്മൾ ഇവിടെ നിൽക്കുന്നത് വടക്കാഞ്ചേരി പത്താഴക്കുണ്ട് ഡാമിലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഡാമിൻ്റെ വ്യൂസ് കാണാൻ വേണ്ടി പോവാം. ഈ ഡാം അത്ര പെട്ടെന്ന് നിറയുന്ന ഒരു ഡാമൊന്നല്ല കേട്ടോ. വളരെയധികം നല്ലോണം മഴ പെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് ഈ ഡാം നന്നായി നിറയുള്ളൂ. പക്ഷേ ഇപ്രാവശ്യത്തെ മഴയ്ക്ക് ഈ ഡാം നന്നായി നിറഞ്ഞിട്ടുണ്ട്. ഡാമിലെ വെള്ളത്തിൻ്റെ ഒരു അളവൊക്കെ നന്നായി കൂടിയിട്ടുണ്ട്. ഇത് നോക്കി, ഇപ്പുറത്തെ സൈഡിൽ ഡാമിൻ്റെ തട്ടുകളായിട്ട് വെള്ളം പോകുന്നതായിട്ട് നമുക്ക് കാണാം കേട്ടോ. നോക്കി, ഇവിടേക്ക് നോക്കി നല്ല ഭംഗിയിൽ തട്ടുകളായിട്ട് വെള്ളം പോകുന്നതൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പൊ നമ്മൾ വന്ന് കുറച്ച് സമയമാകുമ്പോഴത്തേനും ഇവിടെ നന്നായി മഴ പെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നല്ല മഴയൊന്നുമില്ല, പക്ഷെ ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ പെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ആമിയും ഞങ്ങളെല്ലാവരും കൊടയൊക്കെ കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ മഴ പെയ്താലോചിച്ചിട്ട് കൊടയൊക്കെ കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു. നല്ല കാറ്റുണ്ട് ഇവിടെ കേട്ടോ. കൊടയൊക്കെ ദേ കയ്യിൽ നിന്ന് പോകുന്നുണ്ട്. ചേട്ടന്റെ കൊടയൊക്കെ ദേ തിരിഞ്ഞു പോയി. തീരെ കാറ്റ് പറ്റുന്നില്ല. അപ്പൊ അവിടെ നല്ല കാറ്റുണ്ട്. നമ്മൾക്ക് ഇവിടെ പിടിച്ചിക്കാൻ പോലും കഴിയുന്നില്ല കേട്ടോ. അപ്പൊ നമ്മളിങ്ങനെ ചാടി ചാടി പോവാണ്. ഇപ്പൊ തന്നെ നല്ല കാറ്റ് വീഴുന്നുണ്ട്. അപ്പൊ അച്ഛനെ കൊടൊക്കെ അവിടെ നാശായിട്ടോ. കാണിച്ചു കൊടുക്കാമ്മ. ഗായ്സ് കണ്ടോ, അച്ഛൻ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൊട എന്താണ് നന്നാക്കുകയാണ്. അപ്പൊ ഞാൻ അങ്ങനെ കൊട കറക്കിക്കൊണ്ടിരിക്കുമ്പോ ബാക്കിക്കാണ് കാറ്റ് വലിച്ചോണ്ട് പോകണം. ഗായ്സ് അവിടെ കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഗൈസ്, അപ്പം നമ്മൾ ശരിക്കും നല്ല മഴയത്ത് പെട്ടു കേട്ടോ. നമ്മൾ വരുന്ന സമയത്ത് ഇത്തിരി ചാറ്റൽ മഴ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പം അത്യാവശ്യം നന്നായിട്ട് മഴ പെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ശരിക്കും വീഡിയോസൊക്കെ എടുക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. മഴ ഇല്ലാത്ത സമയത്ത് എന്നാൽ നന്നായി വെള്ളമുള്ള സമയത്തൊക്കെ വേണം കേട്ടോ ഇവിടെ വന്ന് വീഡിയോ എടുക്കാനൊക്കെ ആയിട്ട്. കുട്ടികളായിട്ട് എൻജോയ് ചെയ്യണമെങ്കിലൊക്കെ മഴ ഇല്ലാത്ത സമയത്ത് വേണം വരണമെങ്കിൽ. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് മഴയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പം അത്യാവശ്യം നന്നായിട്ട് മഴയൊക്കെ പെയ്തു തുടങ്ങി. നമ്മളിപ്പോൾ സ്റ്റെപ്പ് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സ്റ്റെപ്പ് ഇറങ്ങി താഴത്ത് ചെന്നാലാണ് നമുക്ക് വെള്ളം ചെറിയ തട്ടുകളായിട്ട് ഒഴുകി വരുന്നതൊക്കെ കാണാൻ വേണ്ടി പറ്റുക. അപ്പം നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. കുറച്ചധികം സ്റ്റെപ്പുകൾ ഉണ്ട് കേട്ടോ ഇവിടെ. കുറച്ചധികം സ്റ്റെപ്പുകളും ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ അത്യാവശ്യം നന്നായിട്ട് മഴയും പെയ്യുന്നുണ്ട്. മഴ പെയ്യുന്നതിനനുസരിച്ച് ആ വെള്ളത്തിൻ്റെ ഫോഴ്സ് കുറച്ചധികം സ്പീഡിൽ ഒഴുകി വരുന്നത് പോലെ നമുക്ക് തോന്നുന്നുണ്ട്. അപ്പം നമുക്ക് പോയി നോക്കാം. വെള്ളത്തിൻ്റെ സൗണ്ടൊക്കെ കേൾക്കാമല്ലോ അല്ലേ. അപ്പോൾ ഗൈസ് നോക്കി, അത്യാവശ്യം നല്ല ഫോഴ്സിൽ തന്നെയാണ് വെള്ളം വരുന്നത്. കണ്ടോ, തട്ടുകളായിട്ട് വെള്ളം ഇങ്ങനെ അറ്റത്തുനിന്ന് ഇങ്ങനെ വരുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. കുട്ടികൾക്കൊക്കെ ഈ വെള്ളത്തിൽ കളിക്കാനായിട്ട് നല്ലതാട്ടോ. ഉണ്ടോ, അപ്പോൾ നമുക്ക് തിരിച്ചു പോവാം. വെള്ളത്തിൻ്റെ അവിടെ നിന്ന് മുകളിലേക്ക് പോവാം. അപ്പുറത്തെ സൈഡിലൊക്കെ കുറച്ചും കൂടി ഫോഴ്സിൽ വെള്ളം തട്ടുകളായിട്ട് ഒഴുകി വരുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. നമുക്ക് ആ സൈഡിലത്തെ വ്യൂസും കൂടി കുറച്ചൊന്ന് എടുത്തിട്ട് നമുക്ക് അങ്ങനെ പോവാം.